സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു മാതൃദിനം കൂടി കടന്നുപോകുന്നു. മുലപ്പാലിന്റെ സ്നേഹാമൃതിന് പകരം നൽകാനാവാത്ത ലോകത്ത് വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന അമ്മമാരുടെ കണ്ണീരുപ്പും ചിരിമധുരവും കലർന്ന ഒരു അമ്മദിനം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനെ, ദണ്ണങ്ങൾ നീക്കി സലാമത്തേകനെ ഹന്നാനെ, ദുഃഖത്തിൻ മാറല നീക്കിടേനെ യാ സുബ്ഹാനേ. ആരോരുമില്ലാതെ തെരുവുകളിൽ അലയേണ്ടി വരുന്ന അമ്മമാർക്കായി സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ ഖമറുന്നിസാ അൻവർ നടത്തുന്ന സ്നേഹവീടിലേക്കാണ് തുഞ്ചൻ വിഷൻ ടീം കടന്നു ചെന്നത്. ഈ മാതൃദിനത്തിൽ സ്നേഹവീട്ടിൽ അന്തേവാസികൾക്ക് ആശംസകൾ നേരാൻ സാമൂഹ്യക്ഷേമ ബോർഡ് ചെയർപേഴ്സൺ ഖമറുന്നിസാ അൻവറിനോടൊപ്പം സാമൂഹ്യ പ്രവർത്തകയും സാമൂഹ്യക്ഷേമ ബോർഡ് അംഗവുമായ സുജ കേസും മധുരവുമായാണ് സ്നേഹവീട്ടിലേക്ക് കടന്നു ചെന്നത്. തുടർന്ന് ഈ അമ്മദിനാഘോഷത്തിനായി അന്തേവാസികൾ ഓരോരുത്തരായി ഹാളിലെത്തി. തുടർന്ന് തങ്ങൾ അനുഭവിച്ച വ്യതകൾ ഉള്ളിലൊതുക്കിയും പുറത്തു പ്രകടിപ്പിച്ചും ചിലർ അമ്മദിനത്തിൽ തങ്ങളുടെ മനസ്സിൽ അടക്കിവെച്ച വികാരം പുറത്തെടുത്തു. ഈ വാർദ്ധക്യകാലത്തും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണ സമയങ്ങളെ ഈ സ്നേഹവീടിന്റെ സുരക്ഷിതത്വത്തിൽ മറക്കുകയാണ് ഈ അമ്മമാർ. മക്കളൊന്നുമില്ല, ആരും മക്കളും കുട്ടികളൊന്നുമില്ല. അമ്മൂന്റെ മോനെ എത്താൻ ഞാൻ താമസിക്കുന്നു. വാടക ഒരു കൊല്ലം 7 മാസമായി. ഒരു വർഷം കഴിഞ്ഞു. നാട് ഇരിങ്ങല്ലൂരെന്ന് പറയും. വയസ്സ് 74. പേര് മീനാക്ഷിയമ്മ. 1947 ആഗസ്റ്റ് 15 ദിനം കിട്ടിയവർക്കും ഇന്ത്യ തന്നോടെ സ്വാതന്ത്ര്യം. ശരിയാണ്. 24 സ്ഥലം പറഞ്ഞു. പിന്നെ ഉപ്പയും പോയി. പിന്നെ ഇപ്പം കുറച്ചിനാണ് ഇങ്ങോട്ട് ആരും വരാത്തത്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ നോമ്പിന് പോകാനാണ് നിർമ്മിച്ചത്. 29 അള്ളാഹു നമുക്ക് നോമ്പ് കഴിയാനുള്ള അവരാക്കി തോപ്പിക്ക് നൽകി തരട്ടെ എല്ലാവരെയും. എന്റെ ഭർത്താവ് ഞാനും കൂടി 10-28 കൊല്ലം താമസിച്ച അവര് മരിച്ചുപോയി. പിന്നെ പെരക്കാർക്ക് ഇഷ്ടമല്ല, എനിക്ക് 2 കാലം ഇവിടെ നടക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നെടുത്താൽ നിശ്ചയിട്ട് കൊടുക്കും. വീട്ടുകാരൊക്കെ ഉണ്ട്, ബാപ്പാന്റെ കുടുംബങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് 10 മാസമായി. അവര് നല്ലോണം, അവരും ഒരു ഭർത്താവും നല്ലോണം ഞങ്ങളെ ഇന്നെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മളെ നോക്കുന്നുണ്ട്. അവർ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അള്ളാഹ് സഹായിച്ചിട്ട്. വട്ട പാറയിലെ വരവര് ചീട്ടിയിട്ടും ഒരു മെട്ടിക്കാര കുട്ടിയെ വന്നിട്ട് പോകുമ്പോഴേ ചിന്ന വന്നിട്ട് പോകുമ്പോഴേ കിണ്ണത്തിലെ പാലൂറ്റി കേൾമനക്കിതായി പോയി എണ്ണമെല്ലാവരും മേലെ കൊടുത്താര ഉത്തരുവ. എല്ലായിടത്തും എത്താനാവാത്തതിനാൽ ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു എന്ന ജൂത പഴമൊഴിയുടെ തെളിവാർന്ന പ്രകടനമാണ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകയായ ഡോക്ടർ ഖമറുന്നിസാ അൻവറിലൂടെ തെളിയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും മനസ്സിന് സമാധാനം ലഭിക്കാൻ താൻ ഇവിടെ ഈ അമ്മമാരുടെ അടുത്തേക്ക് എത്തുന്നതിനാൽ മനസ്സിലെ വിഷമം ഒഴിവാകുമെന്ന് ഖമറുന്നിസാ അൻവർ പറയുന്നു. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയിൽ ആരോരുമില്ലാത്തവരെ സഹായിക്കാൻ ഒരു എളിയ രീതിയിൽ 5 വർഷം മുമ്പാണ് ഈ സ്ഥാപനം ആരംഭിച്ചതെന്നും ഈ സ്ഥാപനത്തിലെ അന്തേവാസികളാണ് തന്റെ ധൈര്യമെന്നും ഖമറുന്നിസാ അൻവർ പറഞ്ഞു. ഇന്ന് മാതൃദിനമാണ്. ഇന്നവിടെ അമ്മമാര് മാത്രമല്ല ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസം തന്നെയാണ്. അതുകൊണ്ട് അവർക്കൊരു മിഠായി, അതായത് ലഡു കൊടുത്തു. ഇന്നലെ ഒരു പുതുവസ്ത്രം കൊടുത്തിരുന്നു. എല്ലാവർക്കും പുതുവസ്ത്രം കിട്ടിയില്ലേ? ഇവിടെ മാക്സ് ഇടുന്നവരുണ്ട്, നാടൻ കുപ്പായം ഇടുന്നവരുണ്ട്, കാച്ചിങ് കുപ്പായം, അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരാ. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്തു കൊടുക്കാൻ ഇതുവരെ സാധിച്ചു. 5 കൊല്ലം ഇത് തുടങ്ങിയിട്ട്. ഇനി എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പം ഷെൽട്ടർ ഹോമിലുണ്ട്. ഇതിന്റെ മേലെ അത് വാടക കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ഒരു വാടക കിട്ടിയാൽ അത് പേർക്ക് ഈ ഇതിന്റെ ചെലവിലേക്ക് എടുക്കും. അഥവാ ഞാൻ എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് നടന്നു പോകണമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ആരോടും ഒരു പൈസക്ക് ഇതിനു വേണ്ടി ചോദിച്ചിട്ടില്ല. ഒരു ഗ്രാൻഡോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഗവൺമെന്റിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ ഞാൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനില്ല. എന്റെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പുണ്യം കിട്ടുന്നെങ്കിൽ അത് നേടണം എന്നാണ് എന്റെ ആഗ്രഹം.
ഇവരെ നോക്കി എന്തെങ്കിലും സങ്കടം വരുമ്പോ ഇവിടെ വന്ന് ഇവരുമായിട്ട് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഇടപഴകിയാൽ തന്നെ അതൊക്കെ സങ്കടമൊക്കെ പോയി പോവും. ഇവിടെ പ്രാർത്ഥന ഇന്നലെയും ഇവരൊക്കെ നന്നായി പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയുമ്പോ ഇവര് പറയുന്നത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ഒരു കുളിർമയാവും. അപ്പൊ എന്തുണ്ടാകുമ്പോ ഇവരെ വന്ന് കണ്ട് ഇവർക്ക് വേണ്ട സാധനം എന്തെങ്കിലും ചെയ്തു കൊടുത്താലും ഇവരെ 2 പാട്ട് എന്തെങ്കിലും പ്രാർത്ഥന. ഈ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടത് വള മാല എന്തൊക്കെയാണ്. ഞാൻ എവിടെ പോകുമ്പോ കുറെ വളയും മാലയൊക്കെ കൊണ്ടുവരും. ഇപ്പൊ ചെറുപ്പക്കാര് മാത്രമല്ല വയസ്സന്മാർ വിടാൻ തുടങ്ങി. വയസ്സന്മാർക്കും വള മോതിരം ഒക്കെ വേണം. ഒക്കെ ഞാൻ കഴിയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നു. സ്നേഹവീട്ടിലെ ചെറുപ്പക്കാരിയായ ആസിഫ മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവിടെ എത്തിയത്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് ആസിഫ മാനസിക പ്രശ്നങ്ങൾക്ക് അടിമപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേക പരിചരണത്താൽ ഇപ്പോൾ മിടുക്കിയായി മാറിയതായി അന്തേവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സാമൂഹ്യക്ഷേമ ബോർഡ് അംഗം സുജ പറഞ്ഞു. കണ്ണൂർ സ്വദേശിയായ സുജ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എത്തി അന്തേവാസികളുമായി സൌഹൃദം പുതുക്കുന്നു. സർക്കാരിന്റെയോ മറ്റു ഏജൻസികളുടെയോ സഹായമില്ലാത്ത സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങൾക്ക് തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും ലഭിക്കുന്ന വാടകയാണ് ഉപയോഗിക്കുന്നത്. അമ്മമാരുടെ ഈ ആഘോഷ ദിനത്തിൽ സ്നേഹവീട്ടിൽ ആഘോഷം അമ്മക്കടലിന്റെ അടങ്ങാത്ത സ്നേഹവാത്സല്യങ്ങളോടെ നമുക്ക് നെഞ്ചോട് ചേർത്തുവെക്കാം. സ്നേഹവീട് അക്ഷരാർത്ഥ സ്നേഹവീടാണ്. ഒരു അമ്മ പരിപാലനം ഞാൻ കണ്ടിട്ടുണ്ട്. പല പ്രാവശ്യം വരുമ്പോഴും രാവിലെ വന്ന് കണ്ണൊക്കെ തുടച്ച് അവരുടെ പഴുപ്പൊക്കെ മാറ്റുന്നത് കാണുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ സ്വന്തം അമ്മമാരെയും അച്ഛന്മാരെയും പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന മക്കളാണ് ഉള്ളത്. മാഡം സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പരിചരിക്കുന്ന അതേ മട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ സമൂഹം ഇത് കണ്ടു പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സ്വന്തം എനർജി ഒരു ആയുസ്സിലെ നേട്ടങ്ങൾ മുഴുക്കി മക്കൾക്ക് കൊടുത്ത് മക്കൾ വളർന്ന് പറക്കാറാവുമ്പോൾ പറന്നു പോയിട്ട് നടയിലിരുത്ത ഗുരുവായൂർ അമ്പലത്തില് പല അമ്പലങ്ങളുടെയും നടയിൽ കൊണ്ടുപേക്ഷിച്ചു പോകുന്ന മക്കൾ ഉള്ള കാലഘട്ടത്തിൽ കണ്ടുപഠിക്കണം ആളുകള്. ഒരു നല്ല സന്ദേശമാണ് മദേഴ്സ് ഡേയില് ഈ അമ്മമാർക്ക് ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അമ്മയെ കണ്ട് എല്ലാ മക്കളും പഠിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട്.